ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റിറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഇരുട്ടിനെ വകഞ്ഞുമാറ്റി ആ നീല സൈറൻ മുഴങ്ങുകയാണ്. മൃദുഭാവേ ദൃഢകൃത്യേ. കേരള പോലീസിന്റെ ഭാഗമാകാൻ ഡ്രൈവർ തസ്തികയിലേക്കുള്ള പുത്തൻ നോട്ടിഫിക്കേഷൻ ഇതാ വരാൻ പോകുന്നു. നിങ്ങളെല്ലാം തയ്യാറല്ലേ? ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തസ്തികയാണ് പോലീസ് ഡ്രൈവർ. ഈ തസ്തികയിലേക്കുള്ള പരീക്ഷ ഇതാ ആരംഭിക്കുകയാണ്. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ കേരള PSC പുറപ്പെടുവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഇതാ നിങ്ങളിലേക്ക് ഈ ഒരു പോലീസ് ഡ്രൈവർ കോഴ്സ് അവതരിപ്പിക്കുകയാണ്. കേരള പോലീസിലേക്കുള്ള ഡ്രൈവർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇതാ ഉടൻ കേരള PSC പ്രസിദ്ധീകരിക്കാൻ പോകുകയാണ്. ഈ ഒരു കോഴ്സിലേക്ക് 100 കണക്കിന് ഉദ്യോഗാർത്ഥികൾ അണിനിരക്കുന്ന ഈ ഒരു കോഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ എല്ലാ ദിവസവുമുള്ള ലൈവ് ക്ലാസ്സുകൾ, അതിനെ തുടർന്നുണ്ടാകുന്ന ഡിസ്കഷൻ, അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഒപ്പം PDF നോട്ടുകൾ, നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളെ കൃത്യമായി വിലയിരുത്തുന്നു, നിങ്ങൾക്ക് കൃത്യമായി ഗൈഡൻസ് നൽകുന്നു, ഒപ്പം കേരളത്തിലെ മികച്ച അധ്യാപകരുടെ സേവനവും. ഇത്രയൊക്കെ തന്നെ ധാരാളമാണ് നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു കോഴ്സിലേക്ക് വന്നു ചേരാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതിനെ സംബന്ധിച്ച എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾക്കോ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഈ ഒരു സിലബസിന്റെ വിലയിരുത്തലിലേക്ക് ഒന്ന് പോയാലോ? സിലബസ് വന്ന് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് അത്യാവശ്യം ടോപ്പിക്കുകളെ ഒന്ന് പഠിച്ച് വിലയിരുത്തി വയ്ക്കാനുള്ള സമയമാണ്. സമയം ഒട്ടും പാഴിക്കളയുന്നില്ല. 2023 കേരള PSC ഡ്രൈവർ തസ്തികയിലേക്ക് നടത്തിയ കേരള പോലീസ് ഡ്രൈവർ തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയുടെ സിലബസ് തന്നെയാണ്. പുതിയ സിലബസിലും വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. ആ സിലബസ് തന്നെയാണ്. ആകെ 100 മാർക്കിന്റെ പരീക്ഷയാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങളാണ്. 30 മാർക്കിന് 100 മാർക്കിന്റെ പരീക്ഷയിൽ 30 മാർക്ക് ഡ്രൈവിംഗ് ലൈസൻസുമായി അനുബന്ധമായ ചോദ്യങ്ങളാണ്. മറന്നു പോകരുത്. നമുക്കറിയാം, നമ്മുടെ ലൈസൻസ് എടുക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാനായി നമ്മൾ പഠിക്കുന്ന ഒരു ചെറിയ കൈപുസ്തകമുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പുറത്തിറക്കുന്ന ആ പുസ്തകമെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനമാണ്. ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഒരു മികച്ച ക്ലാസ് തന്നെ ഈ 30 മാർക്ക് ഉറപ്പിക്കാനായി മുന്നോട്ട് വയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത 20 മാർക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട 20 മാർക്കാണ്. കണ്ടോ, എന്താണ്? സ്പെഷ്യൽ ടോപ്പിക്സ്. തസ്തികയുടെ ജോലി സ്വഭാവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, പോലീസ് ജോലിയുമായി ബന്ധപ്പെട്ട, പോലീസ് ജോലിയെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ. ഉദാഹരണത്തിന് കേരള പോലീസ് ആക്ട്, പോക്സോ നിയമം, നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്, ഒപ്പം ഇന്ത്യയിലെ 3 ക്രിമിനൽ നിയമങ്ങൾ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്. 3 നിയമങ്ങളുടെയും പേര് മാറി എന്ന് നിങ്ങൾക്കറിയാം. നമുക്കറിയാം, IPC 1860 പുതിയ പേരെന്താണ്? ഭാരതീയ ന്യായ സംഹിത. അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 പുതിയ പേരെന്താണ്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023. അതുപോലെ തന്നെ CRPC 1973 ദി കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ 1973 പുതിയ പേരെന്താണ്? ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഓരോ നിയമങ്ങളെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട വസ്തുതകൾ. ആത്മഹത്യ മുതലായവ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു പോലീസ് സ്റ്റേഷന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ SHO ആദ്യം ആരെ അറിയിക്കണം? ഉത്തരം, ഏറ്റവും അടുത്തുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അറിയിക്കേണ്ടതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെടുമ്പോൾ, അറസ്റ്റ് ചെയ്യാനായി ചെല്ലുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാം? ഉത്തരം, യൂണിഫോമിലായിരിക്കണം ചെല്ലേണ്ടത്. കൃത്യമായിട്ടുള്ള നെയിം പ്ലേറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് ധരിച്ചിരിക്കണം. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അയാളെ അറസ്റ്റിനുള്ള കാരണങ്ങൾ അറിയിക്കേണ്ടതാണ്, തുടങ്ങിയ കാര്യങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു വക്കീലിന്റെ സേവനം ആവശ്യപ്പെടുന്നെങ്കിൽ അതിന് അവസരം ഒരുക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ IPC, CRPC, എവിഡൻസ് ആക്ട് മുതലായ നിയമങ്ങളിലൊക്കെ പഠിക്കും. ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട സുപ്രധാന നിയമങ്ങൾ. 20 മാർക്കാണ്. 30, 20 അപ്പം തന്നെ ഒരു പരീക്ഷയുടെ പകുതി മാർക്കായി, 50 മാർക്കായി. നോക്കണേ, മനസ്സിലാവുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ
പിന്നീട് 10 മാർക്കിന് വീതമുള്ള 2 ടോപ്പിക്. ഒന്ന് നമുക്കറിയാം, നമ്മൾ മാത്തമെറ്റിക്സ് ആണ് അല്ലെ, സിമ്പിൾ അരിത്തമെറ്റിക്, അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പഠനം ഒബ്സർവേഷൻ സ്കിൽ, അതുമായി ബന്ധപ്പെട്ട 10 മാർക്ക്, കണക്ക് 10 മാർക്ക്. അപ്പോൾ നമുക്കറിയാം വർഷങ്ങളായി നമ്മൾ പിന്നെ പഠിക്കുന്നൊരു ഭാഗമാണ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. അടുത്തൊരു 10 മാർക്ക് ആനുകാലിക വിഷയം, കറണ്ട് അഫേഴ്സ് ആണ്. കൃത്യമായിട്ട് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും പത്രവായനയൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ലഭിക്കാവുന്ന ഒരു 10 മാർക്കാണ് കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമ്മൾ ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത വാർത്തകളൊക്കെ കാണുന്നുണ്ട്. രാഷ്ട്രീയ പൊതു സിനിമാ മേഖലകളിൽ മരണപ്പെട്ടവര്, പ്രധാനപ്പെട്ട ആളുകളുടെ കൃതികള്, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതികള് അല്ലെ, അതുപോലെ തന്നെ കേരളത്തിൽ റീസെന്റ് ഉണ്ടായിട്ടുള്ള വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനങ്ങളും അപ്ഡേറ്റ്സുകളും മുതലായ കാര്യങ്ങളൊക്കെ തന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നിയമങ്ങളുടെ പേരുകൾ മാറ്റിയ സാഹചര്യം, ഇതൊക്കെ ഈ ഒരു മേഖലയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. 10 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ്. അപ്പോൾ 50, 60, 70 മാർക്കിന്റെ കാര്യം തീരുമാനമായി. പോലീസ് ഡ്രൈവർമാരെ നിങ്ങൾ ഓർക്കുക, ഒരു പരീക്ഷയുടെ 100 മാർക്കിന്റെ 70 മാർക്കും പ്രധാനപ്പെട്ട ഒരു 4 വിഷയങ്ങളിൽ നിന്നാണ്. ഓർക്കണം, ഡ്രൈവർ തസ്തികയുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 30 മാർക്ക്, നിങ്ങളുടെ ജോലി സംബന്ധമായ സ്പെഷ്യൽ ടോപ്പിക് 20 മാർക്ക് ഓർക്കണം നിങ്ങൾ. അതുപോലെ തന്നെ 10 മാർക്ക് കറണ്ട് അഫേഴ്സ് ആണ്. 10 മാർക്ക് എന്നറിയപ്പെടുന്നത് കണക്കാണ്. ഇത്ര 70 മാർക്ക്, ബാക്കിയുള്ള 30 മാർക്കാണ് ശരിക്കും ജനറൽ നോളജ് എന്ന് പറഞ്ഞു വരുന്നത്. നോക്കുക എന്തൊക്കെയെന്ന്. 6 മാർക്കിനാണ് ഇന്ത്യൻ ഭരണഘടന. അത് കഴിഞ്ഞാൽ 10 മാർക്ക് കഴിഞ്ഞ പിന്നെ ഏറ്റവും വലിയ മാർക്ക് 6 മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന 6 മാർക്കിനാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം, ഇന്ത്യൻ ഭരണഘടനയുടെ ഇവല്യൂഷൻ, ഡെവലപ്മെന്റ്, ഇനാക്ട്മെന്റ്, ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്, ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് പഠിക്കണം, ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് പഠിക്കണം, ഭരണഘടനയുടെ ഓരോ പാർട്ട്, എത്ര പാർട്ടുണ്ട്, എത്ര ഷെഡ്യൂളുണ്ട്, ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, ഇതൊക്കെ തന്നെ നമ്മൾ പഠിക്കുക തന്നെ വേണം. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ 4 മാർക്കിന് വീതമുള്ള 3 ടോപ്പിക്ക്. അപ്പൊ ചരിത്ര വസ്തുതകൾ 4 മാർക്കിനാണ്, ഭൂമിശാസ്ത്രം 4 മാർക്കിന്, ജോഗ്രഫി ഹിസ്റ്ററി 4, 8 മാർക്ക്, എക്കണോമിക്സ് 4 മാർക്കാണ്. നമ്മുടെ സിലബസിൽ എക്കണോമിക്സ് 4 മാർക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? കേരളം ഭരണവും ഭരണ സംവിധാനവും, സിവിക്സ് 2 മാർക്കിന്റെ ടോപ്പിക്കാണ് സിവിക്സ്. അതുപോലെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ബയോളജി 3 മാർക്ക്. അതുപോലെ ഭൗതിക ശാസ്ത്രം, ഫിസിക്സ് 2 മാർക്ക്, രസതന്ത്രം കെമിസ്ട്രി 2 മാർക്ക്, കലാകായികം സാഹിത്യം സംസ്കാരം 3 മാർക്ക് എന്നിങ്ങനെയാണ് നിങ്ങളുടെ ആകെ 100 മാർക്ക്. അപ്പോൾ അതാ 70 മാർക്കിന്റെ കഥ നമ്മൾ ആദ്യം പറഞ്ഞു. ബാക്കിയുള്ള ഈ 30 മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 30 മാർക്കാണ്, ജനറൽ നോളജുമായി ബന്ധപ്പെട്ട 30 മാർക്കാണ്. ആ 30 മാർക്കിൽ 6 മാർക്ക് ഭരണഘടനയാണ്. അപ്പോൾ ഭരണഘടന നല്ല വൃത്തിയായിട്ട് പഠിക്കുക. 6ൽ 6 മാർക്കും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഭരണഘടന. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. ഇന്ത്യ ചരിത്രം പഠിക്കണം, കേരള ചരിത്രം പഠിക്കണം, എല്ലാം കൂടി 4 മാർക്കിനാണ്. അപ്പൊ 1857 വിപ്ലവം തൊട്ട് ഇങ്ങോട്ട് ഗാന്ധിയൻ ഇറ മുതൽ നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ തന്നെ നിയമലംഘന പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, ഇങ്ങോട്ട് വന്ന് INC രൂപീകരണം വന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 47 വരെയുള്ള കാര്യങ്ങൾ, ഇന്ത്യ ചരിത്രം എന്ന ഭാഗം ഡീറ്റെയിൽഡ് സിലബസ് പിന്നീട് പ്രസിദ്ധീകരിക്കും PSC. അതുപോലെ തന്നെ ഭൂമിശാസ്ത്രം, ജോഗ്രഫിയാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗം ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തര മഹാസമുദ്രം, അതുപോലെ നദീതീരങ്ങളും ദ്വീപസമൂഹങ്ങളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ ഉത്തരപർവ്വത മേഖലയെ 3ആയി തിരിക്കാമെന്ന് നിങ്ങൾക്കറിയാം. ഉത്തരപർവ്വത മേഖലയുടെ 1ാമത്തെ വിഭാഗമാണ് ഹിമാലയ റേഞ്ചസ്, 2 ട്രാൻസ് ഹിമാലയ, 3 കിഴക്കൻ നിരകൾ. അപ്പൊ ഹിമാലയ നിരകൾ എവിടെയാണ്? ഉത്തരപർവ്വത മേഖലയിലാണ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഹിമാദ്രി ഉണ്ടോ? ഹിമാദ്രി, മൗണ്ട് കേട്ടു, ഗോഡ്വിനാസ്തി എന്നിവ കാണപ്പെടുന്നത് കാരക്കോറം മലനിരകളിലാണ്. ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ. ഭൂമിശാസ്ത്രം പഠിക്കണം, 4 മാർക്ക്. അത് ധനതത്വശാസ്ത്രം, എക്കണോമിക്സ്, സ്വതന്ത്ര ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരണം, പഞ്ചവത്സര പദ്ധതികൾ, ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ സംഭാവന നൽകിയ വ്യക്തിത്വങ്ങൾ, ദാദാഭായ് നവറോജി, PC മഹനനോബിസ്, M വിശ്വേശ്വരയ്യെ പോലെയുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻ, ജോൺ മത്തായിയെ പോലെയുള്ള ധനകാര്യ മന്ത്രിമാരുടെ സ്വാധീനം,
മനസ്സിലാവുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട 4 മാർക്കാണ്. പിന്നീട് കേരളം ഭരണവും ഭരണ സംവിധാനവും, കേരള ഗവൺമെന്റ്, കേരള സെക്രട്ടേറിയറ്റ്, കേരള സിവിൽ സർവീസ്, KASന്റെ രൂപീകരണം, ആരാണ് ചീഫ് സെക്രട്ടറി, ആരാണ് ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ചുമതല എന്ത്, ജില്ലാ കലക്ടർ ആരാണ്, ജില്ലാ റവന്യൂ ഭരണത്തിന്റെ മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥൻ ആരാണ്, ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചുമതല കൂടി വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്ന പേര് എന്താണ്, ഗവർണറുടെ റോൾ എന്താണ്, സ്പീക്കറുടെ റോൾ എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളവിടെ പരിശോധിക്കും. കേരള ഭരണം ഭരണ സംവിധാനം 2 മാർക്കാണ്. പിന്നീട് നമുക്കറിയാം ജീവശാസ്ത്രവും പൊതുവിജ്ഞാനവും 3 മാർക്കാണ്, ബയോളജിയാണ് 3 മാർക്ക്, അതുപോലെ ഫിസിക്സ് 2 മാർക്ക്, കെമിസ്ട്രി 2 മാർക്ക് എന്നിങ്ങനെ കലാ സാംസ്കാരിക സാഹിത്യ മേഖല 3 മാർക്ക് എന്നിങ്ങനെ 100 മാർക്കാണ്. സിലബസ് വ്യക്തമായി നിങ്ങൾക്ക്. കേരള പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ പ്രസിദ്ധീകരിക്കുന്നു. നിരവധി ഒഴിവുകളാണ് ഈ തസ്തികയിലേക്ക് നികത്താനായിട്ടുള്ളത് പോലീസ് സേനയിലേക്ക്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പഠനം തുടങ്ങാം, ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. ഇനിയുള്ള നിമിഷങ്ങൾ മുഴുവൻ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പൊ നമ്മുടെ ഈ കോഴ്സിന്റെ കാര്യം മറക്കരുത്. പോലീസ് ഡ്രൈവറിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോകുന്നു. കോമ്പറ്റീറ്റീവ് ക്രാക്കറാണ് ആദ്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച ക്ലാസ്സുകൾ അത് ആരംഭിക്കുകയാണ്. നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും എല്ലാം നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കുക. ഒപ്പം നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. അതിന് കൃത്യമായ മറുപടി ലഭിക്കുന്നതാണ്. ഓക്കെ, 2023 കേരള ബേസ് നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ ചില ചോദ്യങ്ങൾ പെട്ടെന്ന് നോക്കാം. വിശദമായ ക്ലാസ് ഒന്നുമല്ല, വിശദമായ ക്ലാസ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ ചില ചോദ്യങ്ങൾ 2023 പോലീസ് ഡ്രൈവർ തസ്തികയിലേക്കുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഈ ചോദ്യം വന്നത് ഇന്ത്യ ചരിത്രം എന്ന ഭാഗത്ത് നിന്നാണ്, നിങ്ങൾക്കറിയാം. പിന്നീട് ഭൂപരിഷ്കരണം എന്ന ഭാഗത്ത് നിന്നും ഈ ചോദ്യം ചോദിക്കാം. പ്രസ്താവനകൾ നോക്കുക. 1, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാർ ആയിരുന്നു. ശരിയോ തെറ്റോ എന്ന് വെച്ചാൽ ഉത്തരം ശരിയാണ്. കാരണം ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഭൂമിയുടെ ഉടമസ്ഥന്മാരെ വിളിച്ചിരുന്നത് സെമീന്ദാർമാർ അല്ലെങ്കിൽ ജമീന്ദാർമാർ എന്നായിരുന്നു. അപ്പൊ ഭൂമി നികുതി പിരിച്ചിരുന്നത് സെമീന്ദാർമാരാണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയാണ്. 2, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയിരുന്നത്. തെറ്റ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വ്യാപിച്ച പ്രദേശങ്ങൾ ബംഗാൾ, ബീഹാർ, ഒഡീഷ ആൻഡ് വാരണാസി എന്നിവിടങ്ങളിലാണ്. ബംഗാൾ, ബീഹാർ, ഒഡീഷ, വാരണാസി. ഇതൊന്നും വടക്കു പടിഞ്ഞാറൻ അതിർത്തി അല്ലല്ലോ. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തത്, കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ 1, 3 ശരി എന്നൊരു സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. മനസ്സിലായോ? അപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ 3 പ്രധാനപ്പെട്ട ഭൂവുടമ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ റവന്യൂ പോളിസി, നികുതി നയങ്ങൾ നടപ്പിലാക്കി. ഒന്നാമത്തെ പേര് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 ലോർഡ് കോൺവാലിസ് ആണ് മുന്നോട്ട് വെച്ചത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അറിയപ്പെടുന്ന മറ്റൊരു പേര് സെമീന്ദാരി സമ്പ്രദായമാണ്. വ്യാപിച്ച പ്രദേശങ്ങളാണ് ബംഗാൾ, ബീഹാർ, ഒഡീഷ ആൻഡ് വാരണാസി. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു നികുതി നയം മുന്നോട്ട് വെച്ചു. 1820 ആയപ്പോൾ അതിന്റെ പേര് റയട്ട് വാരി എന്നാണ്. റയട്ട് വാരി സമ്പ്രദായം ഇന്ത്യയിൽ വ്യാപിപ്പിച്ച ഭരണാധികാരി ആരാണ്? തോമസ് മൺട്രോ. റൈറ്റ് വാരിക്ക് തുടക്കം കുറിച്ച ഭരണാധികാരി അലക്സാണ്ടർ റീഡ് എന്നാണ് പേര്. തുടക്കം കുറിച്ചത് റീഡാണ്, എന്നാൽ വ്യാപിപ്പിച്ച ഭരണാധികാരി തോമസ് മൺട്രോ. റൈറ്റ് വാരിയുടെ പ്രത്യേകത ആദ്യമായി കൃഷിക്കാരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി. ഈ റൈറ്റ് വാരി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കർഷകൻ എന്നാണ്. റൈറ്റ് വാരി വ്യാപിച്ച പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയാണ്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ മദ്രാസ്, ബോംബെ, ആസാം, കൂർഗ് എന്നീ പ്രദേശങ്ങളിലാണ് റൈറ്റ് വാരി വ്യാപിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടും കേരളത്തിന്റെ വടക്കൻ മലബാർ മേഖലയിൽ നിലവിലുണ്ടായിരുന്ന നികുതി നയമായിരുന്നു ഹോസ്ദുർഗ് റൈറ്റ് വാരി. അതൊക്കെ ഓർത്തിരിക്കുക. മൂന്നാമത്തെ നികുതി നയത്തിന്റെ പേരാണ് മഹൽ വാരി. അപ്പൊ 1 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, 2 റൈറ്റ് വാരി, 3 മഹൽ വാരി. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിന് മറുപടി കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നോട്ടുകളൊക്കെ ഒന്ന് എഴുതിയെടുക്കുക, ഈ പറയുന്നതൊക്കെ ഒന്ന് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ നികുതി നയമാണ് മഹൽ വാരി മുന്നോട്ട് വെച്ചത് 1833 വ്യാപിപ്പിച്ച ഭരണാധികാരിയുടെ പേരാണ് കേട്ട് കാണും, ലോർഡ് വില്യം ബെന്റിക് ആണ്.
സതി എന്ന അനാചാരം നിർത്തലാക്കിയ ഭരണാധികാരി വില്യം ബെന്റിക്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ വില്യം ബെന്റിക്, അദ്ദേഹമാണ് മഹൽവാരി. ഭൂമിയെ മഹലുകളായി തിരിച്ച് നികുതി പിരിച്ചിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥന്മാരെ വിളിച്ചിരുന്ന പേര് ഗ്രാമമുഖ്യന്മാർ, ഗ്രാമത്തലവന്മാർ എന്നാണ്. മഹൽവാരി വ്യാപിച്ച പ്രദേശമാണ് വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ. ആഗ്ര, പഞ്ചാബ്, ഗംഗാ താഴ്വര, സെൻട്രൽ പ്രൊവിൻസസ് എന്നിവിടങ്ങളിലൊക്കെയാണ് എന്ത് വ്യാപിച്ചത്? മഹൽവാരി. മഹൽവാരി വ്യാപിച്ച പ്രദേശങ്ങളാണ് പറഞ്ഞേ ഏതൊക്കെ? വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങൾ, പഞ്ചാബ്, ആഗ്ര, ഗംഗാ താഴ്വര, പിന്നെ സെൻട്രൽ പ്രൊവിൻസസ് എന്നിവിടങ്ങളിലൊക്കെയാണ് വ്യാപിച്ചിരുന്നത്. ഓർത്തിരിക്കണം, മഹൽവാരി സമ്പ്രദായം വ്യാപിപ്പിച്ചത് വില്യം ബെന്റിക്, പക്ഷേ തുടക്കം കുറിച്ചത് ഹോൾട്ട് മെക്കൻസി എന്ന ബ്രിട്ടീഷുകാരനാണ്. ഹോൾട്ട് മെക്കൻസി, ഇതൊക്കെ ഓർത്തിരിക്കുക. താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ പോലീസ് ഡ്രൈവർമാരാകണ്ടേ, പഠിക്കണം നമുക്ക്. 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഇതിലെ യോജിക്കുന്ന പ്രസ്താവന ഏത്, അതായത് ശരിയായത് ഏതെന്നാണ്. 1, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തെറ്റാണ് കേട്ടോ. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശ അടിസ്ഥാനത്തിലല്ല, ആനുപാതിക പ്രാതിനിധ്യ അടിസ്ഥാനം. ഒന്ന് വാക്കൊന്ന് പഠിച്ചു വെക്കണം. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ്. ആനുപാതിക അതായത് 1,00,000 ജനങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു പ്രതിനിധി, അതായത് 1:1,00,000. ചില പ്രവിശ്യകളിലാണെങ്കിൽ 1:10,00,000. പല പല മാനദണ്ഡങ്ങളാണ്. എന്താണെങ്കിലും ആനുപാതിക പ്രാതിനിധ്യം പറഞ്ഞേ, ആനുപാതിക പ്രാതിനിധ്യം. ഇത് തെറ്റാണ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. നോർക്കുക, 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തെറ്റാണ്. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമല്ല, ആനുപാതിക പ്രാതിനിധ്യ വോട്ടവകാശ പ്രകാരമാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് 1ാമത്തെ ഓപ്ഷൻ വരുന്നതെല്ലാം ഒഴിവാക്കാം. അപ്പോൾ ബി അല്ലെങ്കിൽ ഡി ആണ് ശരിയെന്നറിയാം. എയിലും ബിയിലും ഒന്നുള്ളതുകൊണ്ട് 1 തെറ്റാണല്ലോ, അപ്പോൾ അത് ശരിയല്ല. ബി അല്ലെങ്കിൽ ഡി ആണെന്നറിയാം. നോക്കാം നമുക്ക്. 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ശരിയാണ്. അപ്പോ ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞയച്ചത്. ഇതിൽ എത്തിച്ചേർന്ന ഡേറ്റ്, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് 1946 മാർച്ച് 23 ആൻഡ് 24. 23-ന് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ കറാച്ചി, ധാക്ക, ഇന്ന് പാകിസ്ഥാനിലാണ്, അവിടെയും 24-ന് ഡൽഹിയിലും എത്തി. അപ്പൊ 24-ന് ഡൽഹിയിലെത്തി. ആരെത്തി? ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷന്റെ ചെയർമാൻ പെഥവിക് ലോറൻസ് ആണ്. മറ്റംഗങ്ങൾ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ എന്നിവരാണെന്ന് ഓർക്കുക. എന്താണെങ്കിലും 46-ൽ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത്. ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് ഓർക്കുക. ഓക്കെ, 3ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. തെറ്റാണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ആകെ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് അത് 15 മാറി. ആകെ ഉണ്ടായിരുന്നത് 17 പേര്. ഇന്ത്യ വിഭജനത്തിന് ശേഷം അത് 15 മാറി. ആകെ മലയാളി വനിതകൾ 3 ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ 9. അപ്പൊ 25 എന്നുള്ളത് തെറ്റാണ്. 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്, 2 ശരി, 3 തെറ്റ്. 4, ഭരണഘടനയുടെ അന്തിമ കരട് രേഖ 49 നവംബർ 26-ന് അംഗീകരിച്ചു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെന്ന്? ഉത്തരം 1949 നവംബർ 26. മാത്രമല്ല, ഭരണഘടനയുടെ ആമുഖം കണ്ടിട്ടില്ലേ? ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു ഡേറ്റ്, only date which mentioned in the preamble, ചോദിച്ചാൽ 26th day of November 1949. അപ്പൊ ഇത് ശരിയാണ്. കണ്ടോ? അപ്പൊ 2, 4 പ്രസ്താവനകൾ ശരി. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മനസ്സിലാവുന്നുണ്ടോ? വളരെ എളുപ്പമല്ലേ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കും. കൃത്യമായ മെന്റർഷിപ്പ് ഇവിടെ ഉണ്ട്. PDF നോട്ടുകൾ നിങ്ങൾ തന്നത് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കണം. ഇനി വെയിറ്റ് ചെയ്യരുത്, നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്, പഠനം ആരംഭിക്കുക. അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാൻ നോക്കുക. ഇവിടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട്, പ്രിയാമ്പിളിനെ കുറിച്ച് നമ്മുടേതായി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന
അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തത് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ഇത് അറിയാത്തതായി ആരും ഉണ്ടായിരിക്കില്ല. നമ്മുടെ വീട്ടിലൊക്കെ തന്നെ നിയമസാക്ഷരതാ യജ്ഞവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വോളണ്ടിയേഴ്സ് വന്ന് പിന്നീട് ആമുഖമൊക്കെ പതിപ്പിച്ച് കാണും, ശരിയല്ലേ? അപ്പൊ ആമുഖം നമ്മുടെ സ്കൂൾ ടെസ്റ്റിന്റെ ആദ്യം കാണും, മറിച്ച് നോക്കുമ്പോൾ കാണാം ആമുഖം ആരംഭിക്കുന്ന വാക്ക് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. എന്താണ്? ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആമുഖം ആരംഭിക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ട്, അത് ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് യോജിക്കുന്നതാണ്, ശരിയാണ്. രണ്ട്, ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം എന്നൊരു പ്രമേയമുണ്ട്. എന്ത് പ്രമേയമാണ്? ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ, ലക്ഷ്യപ്രമേയം. ആ ലക്ഷ്യപ്രമേയമാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഉണ്ടോ? ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. ശരിയല്ലേ? അപ്പൊ അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരി, 1 2 ശരി. അപ്പൊ പിന്നെ ബാക്കി 3 4 ശരിയാണോ നോക്കുക. 1976 42 ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്കുലാർ എന്ന പദം കൂട്ടിച്ചേർത്തു. ഉത്തരം ശരിയാണ്. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി. അപ്പൊ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ആമുഖത്തിൽ ഭരണഘടന അംഗീകരിച്ചതിന് ശേഷം മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഉണ്ട്. എത്ര തവണ? ഒരേ ഒരു തവണ മാത്രമേ ആമുഖത്തിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്തിയിട്ടുള്ളൂ. അങ്ങനെ തിരുത്തൽ വരുത്തിയ ഭേദഗതിയുടെ പേര് 1976 42 ഭേദഗതി. The only amendment which amend the preamble. ആമുഖത്തിൽ ഭേദഗതി ചെയ്തിട്ടുള്ള ഒരേ ഒരു ഭേദഗതിയാണ് 42 ഭേദഗതി. That's why this amendment is also referred as mini constitution. ലഘു ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെട്ട ഭരണഘടന ഭേദഗതിയാണ് 42 ഭേദഗതി. ഇതിലൂടെ 42 ഭേദഗതിയിലൂടെ നമ്മുടെ ആമുഖത്തിൽ പണ്ടില്ലാതിരുന്ന 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഒന്ന്, സോഷ്യലിസം എന്ന വാക്കാണ്. ഏത് വാക്കാണ്? സോഷ്യലിസം. 2, സെക്കുലാറിസം. സോഷ്യലിസത്തിന്റെ മലയാളം സ്ഥിതി സമത്വവാദം. സെക്കുലാറിസം എന്ന് പറഞ്ഞാൽ മതേതരത്വം. 3, ഇന്റഗ്രിറ്റി, അഖണ്ഡത എന്നീ ആശയങ്ങളാണ് കൂട്ടിച്ചേർത്തത്. അപ്പൊ ചോദിക്കാം, ആമുഖത്തിൽ 42ാമത് ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതെല്ലാം? സോഷ്യലിസം അല്ലെങ്കിൽ സ്ഥിതി സമത്വവാദം, 2 സെക്കുലാരിസം അല്ലെങ്കിൽ മതേതരത്വം, 3 ഇന്റഗ്രിറ്റി എന്നീ വാക്കുകളാണ്. അപ്പൊ അത് ശരിയാണ്. 76 42 ഭേദഗതി. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്, ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ്. എല്ലാം ശരിയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ? തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖം, പ്രിയാമ്പിൾ എന്ന ആശയം കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. എവിടെ നിന്ന് കടമെടുത്തു? അമേരിക്ക, USA. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റ്. അപ്പൊ ശരി ഏതൊക്കെയാ? 1, 2, 3 ശരി. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. എവിടെ? ഓപ്ഷൻ സി, 1, 2, 3 എന്നത് ശരിയാണ്. മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കി നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗമാണ് പൗരത്വത്തെ പറ്റി? സിറ്റിസൺഷിപ്പ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴൊക്കെ ഇന്ത്യക്ക് 5 മാർഗങ്ങളുടെ പൗരത്വം നേടാനും 5 മാർഗങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടാനുമുള്ള മാർഗങ്ങളുണ്ട്. അപ്പൊ പൗരത്വം പറയുന്ന ഭാഗം ഭരണഘടനയുടെ എത്രാം ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാമോ? പാർട്ട് 2 പൗരത്വം. പാർട്ട് 2 പൗരത്വം. സിറ്റിസൺഷിപ്പിനെ പറ്റി പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടന ഹൃദയവും ആത്മാവും, ദ വെരി ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് പറയാതെ എന്ത് ചോദ്യമല്ലേ? ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ എന്തിനെ കുറിച്ചോ പറഞ്ഞിരിക്കുന്നു, അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിളിച്ചത് എന്തിനെ എന്ന് ചോദിച്ചാൽ മറക്കരുത്, ആർട്ടിക്കിൾ 32 എന്നാണ് ശരി ഉത്തരം. എന്തുകൊണ്ടെന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും, പോലീസോ ഭരണകൂടമോ മറ്റേതെങ്കിലും സ്വകാര്യ വ്യക്തികളോ നമ്മുടെ മൗലികാവകാശങ്ങൾ കവർന്നെടുത്താൽ, മൗലികാവകാശങ്ങൾ ലംഘിച്ചാൽ
നമുക്കത് നേടിയെടുക്കാൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. റിട്ടുകൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അടിയന്തരമായി മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് സ്ഥാപിച്ചെടുക്കാൻ പുറപ്പെടുവിക്കുന്ന അടിയന്തര സ്വഭാവമുള്ള ഉത്തരവുകളാണ് റിട്ടുകൾ. ഹേബിയസ് കോർപ്പസ്, പ്രൊഹിബിഷൻ, സെർഷോററി, കോ വാറണ്ടോ തുടങ്ങിയ റിട്ടുകൾ. ഒന്ന് ഹേബിയസ് കോർപ്പസ് ഉണ്ട്, പിന്നെ പ്രൊഹിബിഷൻ എന്ന് പറയുമ്പോൾ റിട്ടുണ്ട്, പിന്നെ സെർഷോററി, കോ വാറണ്ടോ, ഇതൊക്കെ തന്നെ 32 പ്രകാരമാണ്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇനി സമയമില്ല. പോരാട്ടം നമ്മുടേതാണ്, നാമാണ് നടക്കേണ്ടത്. നമുക്കെല്ലാം അറിയാം, ടൈം ആൻഡ് ടൈഡ്സ് വെയിറ്റ് ഫോർ നൺ. കാലവും തിരയും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. അപ്പോൾ നമ്മുടെ ഈ പോരാട്ടത്തിന് ഇതാ ഒരു അവസരം വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാം പോലീസ് വാഹനത്തിന്റെ വളയം പിടിക്കുന്ന ഒരു കാലം വിദൂരമല്ല. അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിന് നിങ്ങളോടൊപ്പം മികച്ച മെന്റർഷിപ്പുമായി ഞങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു വിജയാശംസകൾ, ഹൃദയം നിറഞ്ഞ ഒരു ആശംസ അറിയിച്ചുകൊണ്ട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുന്നു. നമുക്കിനി എല്ലാവർക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ലൈവ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഓൾ ഓഫ് യു. ബൈ.